സ്പൈൻ ഡീകംപ്രഷൻ തെറാപ്പിയും മറ്റ് ട്രീറ്റ്മെൻറ്റുകളുടെയും വ്യത്യാസം എന്താണ്? പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു ട്രാക്ഷൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് എന്താണ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് ഒരു വെയിറ്റ് ഇട്ട് നമ്മുടെ നടുവിലോ കാലിലോ വെയിറ്റ് ഇട്ട് കെട്ടി നമ്മളുടെ ബെഡിൽ കിടത്തുന്നു. ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു വെയിറ്റ് ഒരു പുള്ള് വരുമ്പോൾ നമ്മൾ തിരിച്ച് അതിനെ പുള്ള് ചെയ്യും. അപ്പോൾ മസിലിന് പെയിൻ കൂടുകയാണ് സംഭവിക്കുന്നത്. പല പേഷ്യൻസും പറയാറുണ്ട്, വെയിറ്റ് ഇട്ട് കിടക്കുമ്പോൾ നടുവിന് വേദന കൂടുന്നു എന്നുള്ളത്. അത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വെയിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നൊരു മെക്കാനിസം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് പണ്ട് മുതൽക്ക് ചെയ്തിരുന്ന എന്താണ്, സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് കൊടുക്കുകയും മരുന്നുകൾ കൊടുക്കുകയും, ഇതൊക്കെ ഒരു ബ്ലോക്ക് ട്രീറ്റ്മെൻറ്റാണ്. കുറച്ച് നാളത്തേക്ക് മാത്രമേ ആ വേദന മാറുന്നുള്ളൂ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ഈ വേദന കുറച്ചും കൂടി 2 ഇരട്ടി 3 ഇരട്ടിയായിട്ട് എക്സ്ട്രാ വരികയാണ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ നടുവിന് ബെൽറ്റ് ഇടും. നടുവിന് ബെൽറ്റ് ഇടുന്നതിൻ്റെ പുറമെ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ വയറ് നന്നായി ഒന്ന് കയറ്റി പിടിച്ച് നടു സ്ട്രെയിറ്റ് ആക്കി നമ്മുടെ നടുവേദന മാറും. അത് തന്നെയാണ് നമ്മുടെ LS കോർസെറ്റ് എന്ന് പറഞ്ഞ ബെൽറ്റും ചെയ്യുന്നത്. പക്ഷേ ഈ പേഷ്യൻസിന് ഇത് ഇടുമ്പോൾ വളരെ സുഖമാണ്. അവർ ബെൽറ്റ് അതൊരു എഡിക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും, സ്ഥിരം ബെൽറ്റിലേക്ക് പോകും. ഈ ബെൽറ്റ് സ്ഥിരമായി ഇട്ടാൽ എന്ത് സംഭവിക്കും? അവിടുത്തെ മസിൽസ് വീക്കാവും. അങ്ങനെ ഒരുപാട് വീക്കായി വരുമ്പോൾ അവർക്ക് അതിനോണ്ടുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. കാലിലേക്കുള്ള വേദനയും തരിപ്പും അരുവിപ്പും കൂടാണ് സംഭവിക്കുക. അവിടെയാണ് സ്പൈനൽ ഡീകംപ്രഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സ്പൈനൽ ഡീകംപ്രഷനിൽ ഈ പുറത്തേക്ക് പോയിരിക്കുന്ന ഡിസ്ക് ഉള്ളിലേക്ക് വരികയും ഇതിനെ ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിലേക്കുള്ള ജലാംശം കൂട്ടുകയും അതിന് റീപൊസിഷൻ പഴയ സ്പേസിലേക്ക് എത്താനും സഹായിക്കുന്നു. ഒരു പരിധി വരെ സർജറിയിൽ നിന്ന് നമുക്ക് പേഷ്യൻസിനെ മാറ്റാൻ കഴിയും. റെഡ് ഫ്ലാഗ് സൈൻസ്, ബൗൽ ബ്ലാഡർ പ്രോബ്ലംസ് ഒക്കെ ഉള്ള പേഷ്യൻസിന് ഒരിക്കലും ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. അവർക്കൊക്കെ സർജറി തന്നെയാണ് വേണ്ടത്. പക്ഷേ ഒരു 90% പേഷ്യൻസിനും സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയിലൂടെ തീർച്ചയായിട്ടും നല്ലൊരു റിലീഫ് നമുക്ക് കിട്ടും. നടുവേദനയുടെ ഒപ്പം തന്നെ കഴുത്തുവേദനേൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. പല പേഷ്യൻസിന് നമ്മൾ സെർവിക്കൽ ട്രാക്ഷൻ കൊടുക്കുമ്പോൾ വേദന അസഹനീയമാവുന്നൊരവസ്ഥയുണ്ട്. അവിടെയും സ്പൈനൽ ഡീകംപ്രഷൻ്റെ പ്രസക്തിയുണ്ട്. ഈ ചില പേഷ്യൻസ് പറയും ഈ നടുവേദനയും കഴുത്തുവേദനയും ലൈഫ് ലോങ് ഉണ്ടാവുന്നു. ഒരിക്കലും അല്ല. നമുക്കൊരു സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയിലൂടെ ഒരു 80 to 90% സിംറ്റംസ് നമുക്ക് മാറ്റാൻ കഴിയുകയും അവരുടെ നോർമൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലേക്ക് അവരെ തിരിച്ചയക്കാനും നമുക്ക് സാധിക്കും.